പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും ശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ സ്നേഹമുള്ള മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചെറിയ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും ആശ്വാസവുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ ചിന്ത ജീവിതമാകുന്ന പടകിനെ ശാന്തമാക്കുന്ന കർത്താവിനെ കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ജീവിതമാകുന്ന പടകിനെ ശാന്തമാക്കുന്ന സർവശക്തനായ ദൈവം കൊടിയ കാറ്റുപോലെ ജീവിത മേഖലയിൽ തിരമാലകൾ തള്ളിക്കയറുന്നത് പോലെ ആഞ്ഞടിച്ച് ജീവിതമാകുന്ന പടകിനെ ഉടച്ചു കളയാൻ ശത്രുവാകുന്നവൻ പദ്ധതി ഒരുക്കി ജീവിത മേഖലയിൽ കടന്നു വരുമ്പോൾ സർവശക്തനായ ദൈവം ജീവിതമാകുന്ന പടകിനെ ശാന്തമാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിനാധാരമായിട്ട് മത്തായി സുവിശേഷം 14-ാം അധ്യായം 32-ാമത്തെ വാക്യം വായിക്കുന്നു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. വാക്യമോട് വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞവനെ നമസ്കരിച്ചു. ജീവിതമാകുന്ന ഇത് മാനുഷികമായ ചിന്തയിൽ വചന വെളിപ്പാടിൽ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു നിർജ്ജന പ്രദേശത്തിൽ വാങ്ങിപ്പോയപ്പോൾ പുരുഷാരം പട്ടണം വിട്ട് കാൽനടയായി യേശുവിൻ്റെ അടുക്കൽ വന്ന് ഒരു പകൽക്കാലം യേശുവിൻ്റെ തിരുവായ്മൊഴി കേട്ട സന്ധ്യാസമയമാകുമ്പോൾ യേശുക്രിസ്തു ജനത്തിന് ഭക്ഷിപ്പാൻ കൊടുത്ത് 5 അപ്പവും 2 മീനും വാഴ്ത്തി 5000 പുരുഷന്മാരെ ആമേൻ ആ പച്ചപ്പുല്ലിൻ്റെ മുകളിൽ 5000 പുരുഷന്മാരെ 50 വീതം പന്തിയായി ഇരുത്തി അവരെ 5 അപ്പം കൊണ്ടും 2 മീനും കൊണ്ടും വാഴ്ത്തി അനുഗ്രഹിച്ച് തൃപ്തരാക്കിയ ശേഷം പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാരെ പടക് കയറി അക്കരെ പോകാൻ നിർബന്ധിച്ച് ശിഷ്യന്മാരെ പടകിൽ കയറ്റിവിട്ട ഒരു ചരിത്രമാണ് നമുക്ക് ആ അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. ആമേൻ. ശിഷ്യന്മാരെ കയറ്റിവിടുമ്പോൾ അതിൻ്റെ 22-ാം വാക്യം മുതൽ ചിന്തിക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ടാവും. ശിഷ്യന്മാരെ പടക് കയറി അക്കരെ പോകാൻ നിർബന്ധിച്ച് യേശുക്രിസ്തു ശിഷ്യന്മാരെ പടകിൽ കയറ്റി. പടക ദീർഘദൂര യാത്ര ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും പടകിനകത്ത് കാറ്റ് പ്രതികൂലമായി ആഞ്ഞടിക്കുവാനിടയായി തീർന്നു. ആമേൻ. അവര് പടക് യാത്ര ചെയ്യുമ്പോൾ രാത്രിയിലെ 4-ാം യാമത്തിൽ അവർ കടലിന്മേൽ ആമേൻ കടലിന്റെ അകത്തളത്തിൽ 4-ാം യാമത്തിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. ആമേ പ്രതികൂല സാഹചര്യങ്ങളാൽ വലഞ്ഞു നിൽക്കുന്ന സാഹചര്യം. ഇന്ന് രാത്രികാല ദൂത് വിളിച്ചു പറയാം, ഞാനും നിങ്ങളുമാകുന്ന ജീവിതമാകുന്ന പടക് പല പ്രതികൂലങ്ങളാൽ, പല തിരമാലകളാൽ, പല വിഷയങ്ങളാൽ വ്യാകുലപ്പെട്ട് ആമേൻ കലങ്ങി മറിഞ്ഞിരിക്കുമ്പോൾ അവിടെ പറയുന്നത് കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. ആമേൻ. ജീവിതമാകുന്ന പടകിൽ പലവിധമാകുന്ന പ്രതികൂലങ്ങളാൽ വലയുമ്പോൾ സർവശക്തനായ ദൈവം 4-ാം യാമത്തിൽ ആ കടലിന്മേലെ നടന്നു വരുന്ന ഒരു അനുഭവമാണ് കാണാൻ കഴിയുന്നത്. ആമി കടലിന്മേലെ നടന്നു വരുമ്പോൾ ആമി പലരും പറഞ്ഞു അത് ഭൂതമാണ് എന്ന്. കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുന്നമേ യേശുവിൻ്റെ കൂടെ ഇരുന്ന് തിരുവായ്മൊഴി കേട്ട് കർത്താവിൽ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രാപിച്ച ശിഷ്യന്മാര്
ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു കടലിന്മേലെ കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ പറയുക, ഭൂതം വരുന്നു, ഭൂതം വരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ്. ചില പ്രതികൂല കാറ്റുകൾ വരുമ്പോൾ യേശുവിനെ മറന്ന് ഭയപ്പാടോടുകൂടി വ്യാകുലതയോടുകൂടി മുന്നോട്ട് പോകുന്ന സാഹചര്യം. യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാകുന്നു എന്ന് പറയുമ്പോൾ പത്രോസ് പറയാ, നീയാകുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കർത്താവിന്റെ വാക്കിന് ചെവി കൊടുത്ത കടലിൽ ഇറങ്ങിക്കഴിയുമ്പോൾ കാറ്റ് കണ്ടു വീണ്ടും പത്രോസ് ഭയപ്പെടുകയാ. മുങ്ങാൻ തുടങ്ങുമ്പോൾ പ്രിയമുള്ളവരെ ദൂത് വിളിച്ച് പറയാം, നീ മുങ്ങാൻ തുടങ്ങുമ്പോൾ, പ്രതികൂലം കൊണ്ട് നീ താഴാൻ തുടങ്ങുമ്പോൾ, പ്രതികൂലത്തിന്റെ തിരമാലകൾ നിനക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ, നീ മുങ്ങിപ്പോകുമെന്ന് ചിന്തിക്കുമ്പോൾ സർവശക്തനായ ദൈവം തന്റെ വലങ്കരം നീട്ടി നിന്നെ പിടിച്ചുയർത്തുവാനിടയായി തീരും. നിന്നെ പിടിച്ചുയർത്തി ആ പടകിലേക്ക് അവർ കയറുമ്പോൾ തിരമാല ശാന്തമാകുവാൻ, കാറ്റ് ശാന്തമാകുവാൻ ഇടയായി തീരുക. അവൻ അതിനുശേഷമാണ് ഇവിടെ 32-ാം വാക്യത്തിൽ പറയുന്നത്, അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു, പ്രതികൂലം മാറുവാൻ ഇടയായി തീർന്നു. യേശു ജീവിതമാകുന്ന പടകിൽ കയറുവാൻ ആ പടക്, ഹൃദയമാകുന്ന പടകിനെ ഒന്ന് ഒരുക്കി കൊടുക്കാൻ നീ തയ്യാറാകുന്നു എങ്കിൽ നിന്റെ ജീവിതത്തിന് മുമ്പിൽ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന തിരമാല പോലെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന, മുക്കിക്കളയുമെന്ന് പറയുന്ന തിരമാലകള് കാറ്റിനെ ശാന്തമാക്കി സർവശക്തനായ ദൈവം അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായി തീരും. ജീവിത മേഖലയിൽ ഇന്നുവരെയും പലവിധമാകുന്ന പ്രതികൂലങ്ങളാൽ നീ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവം ഇന്ന് രാത്രി കാലദൂത് വിളിച്ചു പറയുന്നു, നീയാകുന്ന പടകിൽ, നമ്മളാകുന്ന പടകിനകത്ത് സർവശക്തനായ ദൈവത്തിനൊരു അവസരം കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ നാം അനുഭവിക്കുന്ന പ്രതികൂല കാറ്റുകള്, വ്യാകുല ചിന്തകള് സർവശക്തനായ ദൈവം മാറ്റി ജീവിതത്തിന്റെ മുമ്പിൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന തിരമാലകളെ ശാന്തമാക്കി ദൈവാത്മാവിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്തുവാനിടയായി തീരും. ചിന്തകളാൽ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.